ദൂരദേശത്തെ ഒരു പ്രധാന കാര്യത്തിന് പുറപ്പെട്ടതായിരുന്നു ധർമ്മദത്തൻ. ജ്യോതിഷത്തിൽ അഗാധമായ വിശ്വാസമുള്ള അയാൾക്ക് യാത്രയ്ക്കിറങ്ങുമ്പോൾ കാണുന്ന നിമിത്തങ്ങൾ അഥവാ ശകുനങ്ങൾക്ക് വൻ പ്രാധാന്യമുണ്ടായിരുന്നു. അവന്റെ യാത്ര ആരംഭിച്ചത് പുലർച്ചെ കിഴക്കൻ ദിക്കിൽ നിന്നാണ്. അവൻ നടന്നു നീങ്ങുമ്പോൾ കിഴക്ക് ദിക്കിൽ നിന്നും ഒരു പക്ഷി ശുഭകരമായ ശബ്ദമുണ്ടാക്കി പറന്നുപോയി. ശകുനം, കിഴക്ക് ദിക്കിൽ നിന്നാണ് ഈ നിമിത്തമുണ്ടായത്. ധർമ്മദത്തൻ മനസ്സിലോർത്തു. കിഴക്ക് ദിക്കിൽ ശകുനമുണ്ടായാൽ അത് രാജാവുമായിട്ടുള്ള സമാഗമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വർത്തമാനകാല ഫലമാണോ എന്നും അവൻ ചിന്തിച്ചു. അപ്പോൾ സൂര്യൻ കിഴക്ക് ദിക്കിലായിരുന്നു. സൂര്യൻ നിൽക്കുന്ന ദിക്കിലുണ്ടാകുന്ന ശകുനം ദീപ്ത എന്നറിയപ്പെടുന്നു. അത് വർത്തമാനകാല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിൽ ഇന്ന് തന്നെ ഒരു രാജാവുമായി സന്ധിക്കേണ്ടിവരും, അവൻ ഉറപ്പിച്ചു. അധികം വൈകാതെ വഴിയുടെ തിരിവിൽ വെച്ച് ദൂരെ നിന്നും കുതിരപ്പടയാളികളുടെ അകമ്പടിയോടെ ഒരു വലിയ രഥം വരുന്നത് കണ്ടു. അത് സമീപ രാജ്യത്തെ രാജാവായിരുന്ന ഹരിചന്ദ്രന്റെ രഥമായിരുന്നു. ധർമ്മദത്തൻ തലകുനിച്ചു നിന്നു. എന്നാൽ അന്നേ ദിവസം വൈകുന്നേരം സ്വന്തം രാജ്യത്തെ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്നപ്പോൾ ഒരു ദുശ്ശകുനം കേട്ടു. ഒരു യാത്രക്കാരനായ ധർമ്മദത്തനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് കാണുന്ന ശകുനം അവനെയാണ് ബാധിക്കുക. പക്ഷേ സമൂഹത്തിലുണ്ടാകുന്ന ശകുനം സമൂഹനായകനെയാണ് ബാധിക്കുക. ഓഹോ, ഇന്ന് കേട്ട ദുശ്ശകുനം എന്നെ ബാധിക്കില്ല, അത് നമ്മുടെ നേതാവിനെയാവും ബാധിക്കുക, ധർമ്മദത്തൻ ആശ്വസിച്ചു. ശകുനശാസ്ത്രം വെറുമൊരു വിശ്വാസമല്ല, മറിച്ച് പ്രായോഗിക ജ്യോതിഷത്തിലെ പ്രധാന ഘടകമാണ്. നിമിത്തങ്ങളിലൂടെ വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകാൻ അതിന് കഴിയും എന്ന് ധർമ്മദത്തൻ വീണ്ടും ഉറപ്പിച്ചു.